ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഇതാ മധുരക്കിഴങ്ങാണ് കേട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. വെള്ളത്തിലിടാതെ ആവിയിൽ വേവിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കാറുള്ളത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മധുരമൊന്നും പോവാതെ നല്ലപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നല്ലോണം വെന്ത് കുഴഞ്ഞു പോകുമല്ലോ. ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം വെന്ത് കൊഴിഞ്ഞു പോവാതെ നമുക്ക് നല്ല അതിൻ്റെ ഒരു ടെക്സ്ചർ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ വീഡിയോ കാണുന്നവരിൽ ഉണ്ടാവും കേട്ടോ. എനിക്കിതൊക്കെ ഒരു പുതിയ അറിവാണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കിഴങ്ങൊക്കെ കഷ്ണങ്ങളാക്കിയതാ മൂടി വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇപ്പോഴും തീ കത്തിച്ചിട്ടില്ല. അപ്പോൾ തീ കത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പൊടിയൊക്കെ അത് കിഴങ്ങിലേക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് കത്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ കത്തിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ആയതുകൊണ്ട് ഞാൻ പുട്ട് ചൂടോടെ പുട്ടും പപ്പടും പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പഴമാണ് കോമ്പിനേഷൻ എന്നറിയാം, പക്ഷെ ഇന്ന് ഞാൻ പഴമില്ലാത്തത് കൊണ്ട് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ പഴമൊക്കെ കട തുറന്ന് വാങ്ങി വരുമ്പോഴത്തിന് ആ ഒരു പുട്ടിൻ്റെ ചൂടൊക്കെ ആറിപ്പോകും. അപ്പോൾ പിന്നെ പുട്ട് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെയാണ് കോംബോ ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തിരുന്നിട്ടാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഈ ഒരു സമയത്ത് കുറച്ചൊരു മഞ്ഞുണ്ട് കേട്ടോ, ചെറുതായിട്ടൊരു മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇന്ന് രാവിലത്തെ ആ ഒരു സമയം. അങ്ങനെ ഞാനിൻ്റെ ചായ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുറ്റടിക്കണ സമയത്താണ് ഈ ഒരു ഏരിയ ഞാനിന്ന് ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കിയെടുത്ത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇത് വൃത്തിയാക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ഒരു വൈബൊക്കെ ഇന്ന് രാവിലെ ഫീൽ ചെയ്തപ്പോൾ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് അവിടെയൊക്കെ ഒന്ന് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ കൂടെ മക്കളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അധികമൊന്നുമില്ല, ഇപ്പോൾ ഒരു 2 ദിവസം മുന്നേ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊന്തിയിട്ടുള്ള പുല്ലുകളൊക്കെ പറിച്ചിടുക, പിന്നെ അതിൻ്റെ ചുവട്ടിലുള്ള ഇലകളൊക്കെ ഒന്ന് അടിച്ചുവരി വൃത്തിയാക്കുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്ന് രാവിലെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടും പരിസരവും എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ്ട് കൊണ്ടെടുക്കണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ അതിൻ്റേതായ നമുക്ക് നമ്മുടെ വീടിനോടും പരിസരത്തിനോടും ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഇന്നത്തെ ക്ലീനിങ്ങിനിടയിൽ കിട്ടിയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ. കുറച്ച് പാവയ്ക്കും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് മുറ്റത്തുള്ള ചേമ്പും കറുമത്തും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറിച്ചിട്ടുള്ളൊരു നാടൻ കൂട്ടാനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്രാവശ്യം മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ആയിട്ട് കായ ഉണ്ടാവുകയാണേ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഒരു 2 ദിവസം മുന്നേ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴ പെയ്തതിന് ശേഷമാണ് കേട്ടോ ഡ്രാഗണൊക്കെ ഇങ്ങനെ നല്ലപോലെ മുട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുറം പണിയൊക്കെ നല്ലപോലെ ചെയ്ത് കൊടുത്തപ്പോഴത്തേന് നമ്മുടെ ഉമ്മ നമുക്ക് അതിൽ മനോഹരമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഒരു 10 മണി സമയത്ത് ഈ ഒരു നാടൻ കൂട്ടാൻ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.